ഹലോ, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെങ്ങടേക്കാണ് ഈ ധൃതി പിടിച്ചു പോകുന്നതെന്ന്. ഓണമൊക്കെ അല്ലേ, ഒരു സദ്യ കഴിക്കാൻ പോയാലോ, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിനും വിഷുവിനും മാത്രമല്ല കേട്ടോ, വർഷത്തിൽ 365 ദിവസവും സദ്യ വിളമ്പുന്ന തൊടുപുഴയിലെ തന്നെ ഒരു അടിപൊളി വെജ് റെസ്റ്റോറൻ്റ് ആണ് AR. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാം. ഇവരുടെ വെജ് റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇവിടെ അടിപൊളി ബേക്കറി ഐറ്റംസ് ഉണ്ട്. മിക്സ്ചർ തന്നെ 3 വെറൈറ്റീസിലുണ്ടായിരുന്നു. അതുകൂടാതെ പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഉച്ചയാകുമ്പോഴത്തേക്കും ഇതെല്ലാം ഇവിടെ റെഡിയാണ്. ഇതിലെല്ലാം നമ്മുടെ കണ്ണുടക്കിയിരുന്നെങ്കിലും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വയറ് ഒഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ലോണം കൺട്രോൾ ചെയ്തങ്ങ് മുന്നോട്ട് പോയി. നമ്മുടെ ഫാമിലി നോർമലി ഒരു വെജ് ഫാമിലിയാണ്. അതായത് നമ്മൾ റേഷ്യോ വെച്ച് നോക്കുമ്പം നോൺ വെജായിട്ട് കമ്പയർ ചെയ്താൽ വെജിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. സോ നമ്മൾ സദ്യ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ ആയിരുന്നു. പിന്നെ കൂട്ടത്തിൽ ആഷിക്കായിരുന്നു കുറച്ചും കൂടി സദ്യ കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവും ആൾ തന്നെയാണ് എടുത്തത്. മാത്രമല്ല, നമ്മൾ ക്യാരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന കുറേ ക്രേവിങ്സ് പോസ്റ്റ് പാർട്ടത്തിലേക്കും ക്യാരി ഫോർവേഡ് ചെയ്യും എന്നാണ് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതപ്പോൾ എനിക്കറിയുന്ന കുറച്ച് ഗർഭിണികളിലൊക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അങ്ങനെ നമുക്ക് സദ്യ കഴിക്കാൻ 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അച്ചാർ വന്നു, തീയൽ വന്നു, അവിയൽ വന്നു, കൂട്ടുകറി വന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിക്കു ആള് നോൺ വെജാണ്. പക്ഷെ ആൾ സദ്യയൊക്കെ കഴിക്കുന്ന അപ്പം എന്തോ മൂടില്ലാന്നാണ് പറഞ്ഞത്. എനിക്ക് ഒന്ന് ആശയ സ്വസ്ഥമായി സമാധാനമായിട്ട് ആസ്വദിച്ച് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാവണം ആള് മാറിയിരുന്നിട്ടുണ്ടാവാ. ആശയ എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും അടിപൊളി സദ്യയായിരുന്നു. ഏകദേശം ഒരു 12 കറികളോട് കൂടിയിട്ടുള്ള അടിപൊളി സദ്യയായിരുന്നു വിത്ത് പായസം. എനിക്ക് തോന്നുന്നു നോർമൽ ഡേയ്സിലും ഇങ്ങനെ തന്നെയാണ് സദ്യ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഓണം. എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗോ സ്ട്രെയിറ്റ് ടു AR ബേക്കേഴ്സ് ആൻഡ് വെജ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ വെങ്ങല്ലൂർ കോളനി ബൈപ്പാസ് റോഡിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഡ്രൈവിന് പോയി ഉമ്മച്ചീനെയും ഉപ്പച്ചീനെയും ഓട്ടോയിൽ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ പിള്ളേരെല്ലാവരും കൂടി കൂടിയിട്ട് നേരെ പാർക്കിലോട്ടാണ് പോയത്. സോ ദിസ് ഈസ് മലങ്കര ഡാമിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന മലങ്കര പാർക്കിലോട്ടാണ് നമ്മൾ പോയത്. തൊടുപുഴ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് മലങ്കര ഈ പാർക്കിലോട്ടും ഡാം വ്യൂ പോയിന്റിലോട്ടൊക്കെ. സോ നമ്മൾ മിക്കവാറും ഈവനിങ്സിൽ വരുന്ന ഒരു പ്ലേസ് തന്നെയാണ്. ഇവിടെ ഒരു എൻട്രി ഫീസും ഉണ്ട്. അഡൽറ്റിനൊക്കെ 20 രൂപ എൻട്രി ഫീസും വാങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഈവനിങ്സിൽ. ഉച്ച സമയത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിവാളും. പക്ഷേ ഈവനിങ്സിൽ നല്ല കാറ്റും അതേപോലെ ഭയങ്കര ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. സദ്യ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 1-2 സാധനം മേടിക്കാനായിട്ട് ബേബി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒപ്പിച്ച സാധനമാണ് ഈ ബബിൾ ഗൺ. ഇത് വെച്ചിട്ട് 2 ആളുടെയും കളി തന്നെയായിരുന്നു പാർക്കിൽ. വേറെ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കി ജലസൊക്കെ അടിച്ച് പോകുന്നത് ആൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ അത് വെച്ചിട്ട് തന്നെ കളിയായിരുന്നു. അപ്പോൾ KSEBയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ് മലങ്കര പാർക്ക് ആൻഡ് ഡാം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പാർക്കിങ്ങിന് എനിക്ക് തോന്നുന്നു ഒരു 10 രൂപയും കൂടി എക്സ്ട്രാ ടിക്കറ്റ് നമ്മൾ എടുക്കണം. ഫസ്റ്റിലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പാർക്കാണ്. അവിടുന്ന് കുറച്ചും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡാമിൻ്റെ എൻട്രിയിലോട്ട് ചെല്ലാനായിട്ട് പറ്റും. ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും. മൂലമറ്റം പവർ ഹൗസിലേക്കുള്ള വെള്ളമാണ് ഇങ്ങനെ ഈ മലങ്കര ഡാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ പോയന്ന് ചെറിയ മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് നമ്മൾ പാർക്കിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കേ.